അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയും മറുപടി പറയണമെന്ന് പറഞ്ഞു. BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന FCRA നിയമ ഭേദഗതിയിൽ സഭകൾക്ക് ആശങ്ക വേണ്ടെന്നാണ് പറയുന്നത്. അക്കൗണ്ടുകളിൽ തിരിമറി നടത്തുന്നവർക്കെതിരായ നിയമമൊന്നും ഷോൺ ജോർജ് പറയാണ്. അതല്ല, രാവിലെ PR ശിവശങ്കർ പറഞ്ഞത് വിദേശ ഫണ്ട് കൊണ്ടൊന്നും അല്ല സഭകൾ പ്രവർത്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം എന്നൊക്കെയുള്ള ഉപദേശമാണ് നടത്തിയത്. ഷോണിന്റെ പ്രതികരണം എന്താണ്? FCRA എന്ന് പറയുന്നത് NGOസിന് വരുന്ന വിദേശ ഫണ്ടിംഗ് ആണ്. അതിൽ ക്രൈസ്തവ സഭയ്ക്ക് യാതൊരു ആകുലതയും ആവശ്യമില്ല. കാരണം ക്രൈസ്തവ സഭയുടെ അക്കൗണ്ട്സുകൾ ക്ലീനാണ്. ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ച്, അതായത് ഇത്തരം ഏജൻസികൾ വഴി, ഇത്തരം NGOs വഴിയാണ് രാജ്യവിരുദ്ധ ഫണ്ടിംഗ് ഉണ്ടാകുന്നത്. ഈ രാജ്യവിരുദ്ധ സംഘടനകൾ ഇത്തരം NGOs വഴി ഫണ്ടിംഗ് നടത്തുമ്പോൾ അതിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരുമ്പോൾ അത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനെന്നുള്ള പ്രചരണം ഇവിടെ കോൺഗ്രസ് നടത്തുന്നതാണ്. സഭയുടെ മുഴുവൻ നേതൃത്വത്തോടും പറയുന്നു, ഒരു കാരണവശാലും ഒരു ആകുലതയ്ക്കും കാര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ഇവിടെ സഭയുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടോബി ജോൺസൺ വാർത്തകൾ ചെയ്തു. ടോബി, എന്ന് പറഞ്ഞാൽ വലിയ കൺസേൺ ഇടയാക്കുന്ന രണ്ട് ഭേദഗതികൾ. ഒന്ന്, സ്ഥലമടക്കം ഏറ്റെടുക്കാം FCRA പ്രശ്നമുണ്ടെങ്കിൽ. രണ്ട്, കേന്ദ്രം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം ഒരു NGOക്കെതിരെ അന്വേഷണം നടത്താൻ എന്ന് രണ്ടും ദുഷ്ടരാക്കിൽ സംശയിക്കുന്നുണ്ട് പലരും. ക്രൈസ്തവ സഭകൾ പിന്നെയും അവരുടെ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ട്. അതുകൂടി തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കോട്ടയത്ത് ചർച്ചയാവുന്നുണ്ട് അല്ലേ? ഹാഷ്മി, ക്രിസ്tina, തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ ചർച്ചയിലേക്ക് ഈ വിഷയം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ നിയമം പാസ്സാക്കാനുള്ള നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ സഭകൾ അവരുടെ ആശങ്കകളുമായി മുന്നോട്ട് വന്നു. ഇന്നലെ ചങ്ങനാശ്ശേരി ബിഷപ്പ് തന്നെ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവ സഭകളാണ്. ആ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളാണോ നടക്കുന്നത് എന്നൊരു സംശയം പോലും അവർ മുന്നോട്ട് വെച്ചു. മദർ തെരേസയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ചില നടപടിക്ക് വിധേയമായ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സഭാ ബിഷപ്പുമാരെല്ലാം ഇതിനെതിരെ പ്രതികരണം നടത്തുന്നത്. എന്തായാലും ജോസ് കെ മാണി പറയുന്നത് ഈ വിഷയത്തിൽ BJPയും അതുപോലെ തന്നെ ഈ BJP സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവരും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ മറുപടി പറയണം. കാരണം ഇത് ക്രൈസ്തവർക്ക് നേരെയുള്ള ഒരു അനീതിയാണ്, അവർക്ക് നേരെയുള്ള ഒരു നീക്കമാണ് എന്നാണ്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, മറ്റു ചില വിഷയങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന്, ഈ വിശുദ്ധ വാരത്തിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ നടത്താനുള്ള നീക്കം, അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ലോ ബോർഡ് നടപ്പാക്കാനുള്ള ചില അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് ജോസ് കെ മാണി ഒരു പടി കൂടി നീട്ടി ഈ വിഷയം ചർച്ചയാക്കുന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ ഷോൺ ജോർജിന്റെ അല്ലെങ്കിൽ BJP നേതൃത്വത്തിന്റെ കൂടി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട. ഇത്തരം അക്കൗണ്ടുകൾ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അതൊരിക്കലും സഭയ്ക്കെതിരായോ അല്ലെങ്കിൽ സഭാ സ്ഥാപനങ്ങൾക്കെതിരെയോ സഭ നടത്തുന്ന അക്കൗണ്ടുകൾക്കെതിരെയുള്ള നീക്കമൊന്നുമല്ല. അതിൽ ആശങ്ക വേണ്ട. BJP നേതാക്കളുണ്ട്, അവർ കൃത്യമായി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യുന്നുവെന്ന് ഷോൺ ജോർജും കൂടി പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മധ്യകേരളത്തിലടക്കം ഇത് വലിയ ചർച്ചയാകുന്നുണ്ട്. ഇതിനോടകം തന്നെ പ്രതിപക്ഷം അത് ഏറ്റെടുത്ത് UDF നേതാവ് ഇനിയിപ്പോൾ KC വേണുഗോപാൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയം ഓൺ ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയം സജീവ ചർച്ചയാകുകയാണ്. ക്രിസ്tina, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.